വെൽക്കം ബാക്ക് ടു ക്രാക്ക് ദ ടെക്നിക്കൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സി പ്രോഗ്രാം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം ഗേറ്റ് 2025 ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ സി എന്നും ഡേറ്റ സ്ട്രക്ചേഴ്സും ഒക്കെ അല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് സി പ്രോഗ്രാമിംഗ് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കൺസിഡർ ദ ഫോളോയിങ് സി പ്രോഗ്രാം hash include stdio.h void string copy character star comma character star int main function അകത്ത് ഒരു സ്ട്രിങ് എഴുതിയിട്ടുണ്ട്, ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അത് എ എന്നുള്ള അറയിലേക്ക് കോപ്പി ചെയ്തിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ലൈൻ സ്ട്രിങ് കോപ്പി എ കോമ എ പ്ലസ് 2 print of percentages a return 0. താഴെയായിട്ട് സ്ട്രിങ് കോപ്പി ഫംഗ്ഷന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫൈൻ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ക്യാരക്ടർ എസ് കോമ ക്യാരക്ടർ സ്റ്റാർ ടി, സ്റ്റാർ എസ് ആൻഡ് സ്റ്റാർ ടി ആർ പോയിന്റേഴ്സ്. ഓക്കെ, അതിനകത്ത് വൈൽ സ്റ്റാർ ടി സ്റ്റാർ എസ് പ്ലസ് പ്ലസ് ഈക്വൽ ടു സ്റ്റാർ ടി പ്ലസ് പ്ലസ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ സാധാരണ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ള ഒരു ലോജിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ അറയാണെന്ന് നമുക്കറിയാം. അപ്പം ഒരു അറയില് ബേസ് ലൊക്കേഷൻ ആയിരിക്കും എ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. എ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 2 ലൊക്കേഷൻ അപ്പുറത്തോട്ട് വിട്ടിട്ട് നോക്കും. അപ്പം ഇപ്പൊ നമ്മളിപ്പോ ഒരു 100 ആണ് ഈ ഒരു സ്ട്രിങ്ങിന്റെ ഒരു ബേസ് അഡ്രസ് ആയിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ എ പ്ലസ് 2 എന്ന് പറയുമ്പോൾ 102 ആയിരിക്കും. അപ്പൊ 102 എന്നുള്ള എല്ലാം എയിലോട്ട് കോപ്പി ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മൾ എടുക്കുമ്പം 102 എന്ന് പറയുന്നത് ഹെലോ ആണല്ലോ. അപ്പം ഈ ഹെലോ വേൾഡ് എന്നും പറഞ്ഞിട്ട് ആയിരിക്കും ഔട്ട്പുട്ട് എന്നും പറഞ്ഞ് നമ്മൾ ഓടിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ അങ്ങനെയല്ല, ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ എന്താണ് ട്വിസ്റ്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ നമ്മുടെ അറയാണ്, എ എന്നാണ് നമ്മുടെ അറയുടെ പേര്. ആ അറയെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 100 ആണ് അറേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആയിട്ട് ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. അപ്പം അറ്റ് ഹാഷ് ഹെലോ വേൾഡ് എഴുതിയിട്ടുണ്ട്. സ്ലാഷിൽ ക്യാരക്ടർ ആയതുകൊണ്ട് അതിന്റെ എൻഡിങ് കാണിക്കാനായിട്ട് നൾ ക്യാരക്ടറും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ ഈ സ്പേസിങ് ഇടാനായിട്ട് ചിലർ മറന്നു പോകാറുണ്ട് എക്സാമിന്. ഞാനും മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ഈ സ്പേസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്, അതുകൊണ്ട് നമ്മൾ മെമ്മറി ലൊക്കേഷനിൽ സ്പേസിങ് ആയിട്ട് തന്നെ കാണിക്കണം. അറിയാവുന്നുള്ളവർ ജസ്റ്റ് വിട്ടേക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എ എന്ന് പറയുന്നത് ഈ ഒരു അറേ സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കേഷൻ എവിടെയാണ്? 100 ആണ്. എ പ്ലസ് 2 എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ 2ഉം കൂടി ആഡ് ചെയ്യുന്നു. അപ്പം എവിടെ ആര് വരും? 102 വരും ആണല്ലോ. അപ്പോൾ സ്ട്രിങ് കോപ്പി ഫംഗ്ഷൻ ചെയ്യുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പോർഷനിലോട്ട് പോവാണെങ്കിൽ സ്റ്റാർ എസും സ്റ്റാർ ടിയും ആണ് എക്കും എ പ്ലസ് 2നും ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റാർ എസ് എന്ന് പറയുന്ന ആരായിരിക്കും? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരാണ്? ഇപ്പൊ നമ്മുടെ 100 ആണല്ലോ. സ്റ്റാർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 102 ആണ്. ഇനി നമുക്ക് ലൂപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വൈൽ സ്റ്റാർ ടി ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. സ്റ്റാർ ടി മീൻസ് ആ കണ്ടീഷൻ ട്രൂ ആകുന്നത് വരേക്കും, ഇവിടെ സ്ട്രിങ് ആയതുകൊണ്ട് നൾ ക്യാരക്ടർ ആകുന്നത് വരേക്കും കോപ്പി ചെയ്യും എന്നാണല്ലോ. അപ്പോ ഇതിന്റെ ബോഡിയിലോട്ട് വരുമ്പോ സ്റ്റാർ എസ് പ്ലസ് പ്ലസ് ഈക്വൽ ടു സ്റ്റാർ ടി പ്ലസ് പ്ലസ് എന്നാണ്. അപ്പോൾ ഇതിലാണ് ഇതിന്റെ ഒരു ട്വിസ്റ്റ് വരുന്നത്. നോക്കുക, ഇതൊരു പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. ഈ പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഈ സ്റ്റാർ ടി സ്റ്റാർ എസിലേക്ക് അസൈൻ ചെയ്യും, എന്നിട്ട് ആണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ലൈൻ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈനിലോട്ട് പോകും. ഇപ്പൊ ഇവിടെ ലൈനിലൊന്നും തന്നെ ഇല്ല, ഒറ്റ ലൈൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? കണ്ടീഷൻ ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യൽ പരിപാടി ആയിരിക്കും നടക്കുക. അപ്പൊ ആദ്യം സ്റ്റാർ ടി സ്റ്റാർ എസിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ സ്റ്റാർ ടി എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ 102 സ്റ്റാർ എസിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പൊ 102 എന്ന് പറയണത്
100ലേക്ക് അസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയിന്റേഴ്സ് ആണെന്നുള്ളത് നമ്മൾ നോക്കണം. പോയിന്ററിന്റെ എപ്പോഴും നമ്മൾ പോയിന്റർ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നാണല്ലോ നോക്കുന്നത്. അപ്പൊ സ്റ്റാർ ടിയുടെ കണ്ടന്റ് സ്റ്റാർ എസിലേക്ക് അസൈൻ ചെയ്യും. എസ് എന്ന് പറഞ്ഞാൽ 100 ആണല്ലോ. അപ്പോ 102ന്റെ കണ്ടന്റ് 100ലേക്ക് അസൈൻ ചെയ്യും. അപ്പോ ഞാൻ ജസ്റ്റ് ഇപ്പൊ 100ന്റെ ഇവിടെ ആയിട്ട് ഞാൻ എഴുതാണ്. ഇവിടെ H വരും ആണല്ലോ. എഗെയിൻ നമ്മുടെ ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണത്. ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ അത് 103 എന്നും സോറി സ്റ്റാർ T എന്ന് പറയുന്നത് 103 ആവും, S എന്ന് പറയുന്നത് 101 ആവും ആണല്ലോ. അപ്പൊ എഗെയിൻ നൾ ക്യാരക്ടർ ആയിട്ടില്ല, എഗെയിൻ അസൈനിങ് നടക്കും. അപ്പോ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുക? 103 101ലേക്ക് അസൈൻ ചെയ്യും. അതിന്റെ കണ്ടന്റ് ആയിരിക്കും അസൈൻ ആവുക അല്ലെ. അപ്പോ ഇവിടെ ആര് വരും? E വരും. ഇനി ഈ ഒരു ഐട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അടുത്തത് L വരും. നൾ ക്യാരക്ടർ ആയിട്ടില്ലല്ലോ. എഗെയിൻ L വരും, അടുത്ത O വരും അല്ലെ. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വരും, അത് കഴിഞ്ഞിട്ട് ഇവിടെ W വരും, പിന്നെ O വരും, എഗെയിൻ R വരും, അടുത്ത L വരും, അടുത്ത D വരും. ഈ D വരും എന്നൊക്കെ പറയുമ്പോൾ ഇത് വേറെ സ്ട്രിങ്ങിലോട്ടൊന്നും അല്ല കോപ്പി ആകുന്നത്. ഞാൻ ഇതിന്റെ മേളിലിട്ടിട്ട് ഈ സ്ട്രൈക്ക് ചെയ്ത് എഴുതുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ മേളിൽ എഴുതി കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അഗെയിൻ അടുത്ത ക്യാരക്ടർ ആരാണ്? നമ്മുടെ എല്ലിന് പകരമായിട്ട് ആര് വരും? നമ്മുടെ അപ്പോസ്ട്രഫി സിമ്പലും വരും. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 114ന്റെ T ഇൻക്രിമെന്റ് ചെയ്തിട്ട് ആണല്ലോ കണ്ടീഷൻ നോക്കുക. അപ്പൊ T ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് 114 ആണ്. 114ന്റെ കണ്ടന്റ് നോക്കാൻ നേരത്ത് നൾ ക്യാരക്ടർ ആണ്. അപ്പൊ കണ്ടീഷൻ തെറ്റും, തിരിച്ചു വരും, തിരിച്ചു പോകും. തിരിച്ചു പോയിട്ട് ഇവിടെ A ആണ് പ്രിന്റ് ചെയ്യുന്നത്. A എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ്ങിന് വ്യത്യാസം ഉണ്ടോ? ഓക്കെ, ഈ അറ്റിന് പകരം H ഒക്കെ റീപ്ലേസ് ചെയ്യും, ഹാഷിന് പകരം E റീപ്ലേസ് ചെയ്യും. ഈ Hന് പകരം L ആകും, Eക്ക് പകരം L ആകും. അപ്പൊ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട്, അതായത് ഹലോ സ്പേസ് വേൾഡ് ഹാഷ് വരെ എത്തിയിട്ട് ഇവന്മാർക്ക് ചേഞ്ച് ഉണ്ടോ? ഈ ലാസ്റ്റിൽ ഇരിക്കുന്നവന്മാർക്ക് ഇല്ല. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ഔട്ട്പുട്ട് ഹലോ വേൾഡ് അപ്പോസ്ട്രഫി, പിന്നെ ആരും കൂടെ ഉണ്ട് ഇവിടെ? D അപ്പോസ്ട്രഫിയും കൂടെ ഉണ്ട്. അപ്പൊ ആരായിരിക്കും നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരിക? ഓപ്ഷൻ D അല്ലെ, ഹലോ വേൾഡ് അപ്പോസ്ട്രഫി D അപ്പോസ്ട്രഫി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണെന്ന് ചിലപ്പോൾ നമ്മൾ കരുതുമെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഒക്കെ തരാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ മേളിൽ എഴുതിയെന്ന് കരുതിയിട്ട് നിങ്ങൾ അത് വേറൊരു സ്ട്രിങ് ആണെന്ന് കരുതരുത്. A തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത്, വേറെ സ്ട്രിങ് ഒന്നും ഇവിടെ ഇല്ല. അപ്പം ഈ അറ്റിനെ റീപ്ലേസ് ചെയ്യുന്നതും ഹാഷിനെ റീപ്ലേസ് ചെയ്യുന്നതും അങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് എല്ലാം ഈ സെയിം സ്ട്രിങ് എയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹലോ വേൾഡ് അപ്പോസ്ട്രഫി റിമൈനിങ് ആയിട്ടുള്ള D അപ്പോസ്ട്രഫി ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് നമ്മുടെ A പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള C പ്രോഗ്രാംസിന്റെ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നോക്കുക എല്ലാവരും. ഗേറ്റിനും UGC നെറ്റിനും ഒക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടും. PSCക്കും ഒക്കെ നല്ല നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.